അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുക, പറയുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. നമ്മുടെ കേരളക്കരയിൽ തന്നെ മലപ്പുറം ജില്ലയിൽ പൊന്നാനിക്കടുത്ത് വെള്ളിയങ്കോട് ജീവിച്ച് വഫാത്തായി പോയ പ്രസിദ്ധ വലിയ ആശിഖും മാദിഹമായിരുന്നു ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ മദ്ഹ് വഴി എന്ന ഒരു ഖസീദ ചൊല്ലിയപ്പോൾ റൗള ഷരീഫിന്റെ അടക്കപ്പെട്ട വാതിൽ ഓട്ടോമാറ്റിക്കായി തുറന്നുപോയ ചരിത്രത്തെ സാധാരണ പറയാറുണ്ട്. മഹാനവറുകൾ സ്വല്ലൽ ഇലാഹ് എന്ന് പറയുന്ന ഒരു ഖസീദ മഹാനവറുകൾക്കുണ്ട്. അതിൽ പറഞ്ഞത് കാണാം, ഹബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. ഹബ്ബുൻ നബി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, വമദ്ഹുഹു, നബി തങ്ങളെ പ്രകീർത്തിക്കലും, ഖൈറുൽ അമൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. അങ്ങനെ നബി തങ്ങളെ സ്നേഹിച്ചാൽ, നബി തങ്ങളെ മദ്ഹ് ചെയ്താൽ ലഭിക്കുന്ന നേട്ടം എന്താണ്? ഉമറുൽ ഖാദി പറയുകയാണ്, വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായിട്ട് ആ മദ്ഹ് പറയുന്നവന്റെ, സ്നേഹിക്കുന്നവന്റെ ആവശ്യങ്ങൾ സഫലീകരിച്ചു കൊടുക്കുന്നതാണ്, ഉദ്ദേശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുന്നതാണ്. അപ്പൊ തങ്ങളെ മദ്ഹ് പറഞ്ഞാൽ, ബുർദ ചൊല്ലിയാൽ, മങ്കൂസ് പൊളിയാൽ, മറ്റു മൗലിദുകൾ പാരായണം ചെയ്താൽ കിട്ടുന്ന ഒരു നേട്ടം എന്താണ്? അത് ആവശ്യങ്ങൾ നിറവേറി കിട്ടലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം പ്രോത്സാഹനം നൽകിയ, ആശീർവാദം ചെയ്ത ഒരു പരിപാടിയാണ് മദ്ഹ് പറയുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം കവികളായ സ്വഹാബാക്കളുണ്ട്. നബി തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തങ്ങളെ വാഴ്ത്തിപ്പറയുന്ന, വാഴ്ത്തിപ്പാടുന്ന സ്വഹാബികളുണ്ട്. അവരിൽ പ്രസിദ്ധനായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. കാന യദഉ മിൻബറൽ ഹസ്സാൻ. മദീനത്തെ പള്ളിയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് നബി തങ്ങളെ പറ്റി പാടാൻ, മദ്ഹ് ചൊല്ലാൻ ഒരു മിമ്പർ തന്നെ തങ്ങൾ സ്ഥാപിച്ചു കൊടുത്തിരുന്നു. ആ മിമ്പറിൽ കയറിയിട്ട് നബി തങ്ങളെ ഇങ്ങനെ മദ്ഹ് ചെയ്യും, വാഴ്ത്തിപ്പാടും. അപ്പൊ നബി തങ്ങളെ ദുആ ചെയ്യും, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി. പടച്ചവനെ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ജിബ്രീലിനെ കൊണ്ട് ശക്തിപ്പെടുത്തണം അല്ലാഹ് എന്ന് ദുആ ചെയ്യും. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വേദി ഒരുക്കി കൊടുത്തു മദ്ഹ് പറയാൻ. ആ മദ്ഹ് ചൊല്ലിയാൽ കിട്ടുന്ന ഒരു നേട്ടമാണ് ആവശ്യങ്ങൾ സഫലീകരിക്കപ്പെടുക, ഉദ്ദേശ്യങ്ങൾ നിറവേറുക. നമ്മളിപ്പോൾ ചൊല്ലിയ ഖസീദത്തുൽ ബുർദയില്ലേ, അതിന്റെ അവസാനത്തെ ഫസ്ലിന്റെ മുമ്പത്തെ ഫസ്ലിൽ കാണാം, ഖദംതുഹു ബിമദീഹിൻ നസ്തഖീലു ബിഹി ذنوب عبد مضى في الشعر والخدم. ഇമാം ബൂസിരി തങ്ങൾ പറയുകയാണ്, ഖദംതുഹു, ഞാൻ നബി തങ്ങളെ സേവിച്ചു, ബിമദീഹി, തങ്ങളെ വാഴ്ത്തി പറയൽ കൊണ്ട്, മദ്ഹ് പറയൽ കൊണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അസ്തഖീലു ബിഹി, ആ തങ്ങളെ മദ്ഹ് പറയുന്നത് കാരണമായിട്ട് ഞാനിതാ നീക്കിക്കളയുന്നു ذنوب عبد مضى في الشعر والخدم. ഞാൻ പൂർവകാലത്ത്, കഴിഞ്ഞ കാലത്ത് രാജാക്കന്മാരുടെ ദർബാറിൽ അവരെ പ്രസിദ്ധിക്കാൻ വേണ്ടി, അവരെ സന്തോഷം പിടിച്ചു പറ്റാൻ വേണ്ടി ധാരാളം കവിതകൾ ചൊല്ലിയിട്ടുണ്ട്.
അപ്പൊ കളവ് പറഞ്ഞിട്ടുണ്ട്, പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്, അതിശയോക്തികൾ പലതും സംഭവിച്ചു പോയിട്ടുണ്ട്. അത് പൊറുക്കപ്പെടാൻ ഞാൻ തങ്ങളെ മദ്ഹ് ചെയ്യുന്നു. അപ്പൊ ദോഷങ്ങൾ പൊറുക്കാൻ ഒരു വലിയ നിമിത്തമാണ് നബി തങ്ങളെ മദ്ഹ് ചൊല്ലുക. അതാണ് ഇമാം ബൂസരിയും പറയുന്നത്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഞാൻ പറയാറില്ലേ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരി വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രമാണമാണ് അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രമാണമേതാണ്? അത് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹാണ്. ആ സ്വഹീഹിന് ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയ ലോകപ്രസിദ്ധ പണ്ഡിതനാണ് അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. നബി തങ്ങളെ മദ്ഹ് എഴുതി കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞത് കാണാം, ഫശ്ഫഅ ലിമാദിഹികല്ലദി ബിക യത്തഖി അഹ്വാല യൗമിദ്ദീനി വതഅദീബി യാ റസൂലല്ലാഹ്. തങ്ങളെ ഈ മദ്ഹ് പറയുന്ന, തങ്ങളെ വാഴ്ത്തി പറയുന്ന ഇബ്നു ഹജറിലെ ഇബ്നു ഹജറിന് തങ്ങൾ ശഫാഅത്ത് ചെയ്യണേ നബിയേ. പിന്നെയോ തങ്ങളെ കൊണ്ട് ആ ഇബ്നു ഹജർ കാക്കുന്നത് എന്താണ്? രക്ഷ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അഹ്വാല യൗമിദ്ദീനി വതഅദീബി. നാളെ പരലോകത്ത് വലിയ കഠോരമായ ശിക്ഷയുണ്ട്, അദാബുണ്ട്. അതിൽ ഇത് രക്ഷ കിട്ടാൻ ഞാൻ തങ്ങളെ മദ്ഹ് ചെയ്യുന്നു. ആരാ പറയുന്നത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി. ഇത് ലോകത്തുള്ള എല്ലാ മാദ്ഹികളുടെയും എല്ലാ മുഹിബ്ബുകളുടെയും അഭിലാഷമാണ്, ആഗ്രഹമാണ്. തങ്ങളെ മദ്ഹ് പറഞ്ഞാൽ തങ്ങളെ ശഫാഅത്ത് കിട്ടും, ദോഷം പൊറുക്കും, ആഗ്രഹങ്ങൾ സഫലീകൃതമാകും. അത് എന്ത് ആഗ്രഹമില്ല, നമ്മുടെ നീയത്ത് പോലെയും ആത്മാർത്ഥമായി നമ്മൾ ഈ സദസ്സിൽ എന്ത് ഉദ്ദേശങ്ങൾ വെച്ചിരുന്നു അതൊക്കെ സഫലീകൃതമാകും. തീർച്ചയാണ്, യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ആവശ്യം നിറവേറും, മറ്റൊന്ന് ദോഷങ്ങൾ പൊറുക്കപ്പെടും, മറ്റൊന്ന് ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സ്വഹാബി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം മിമ്പർ സ്ഥാപിച്ചു കൊടുക്കുകയാണ്. ഹസ്സാൻ മദ്ഹ് പാടട്ടെ. അതിൽ കയറിയിട്ട് മഹാനവറുകൾ എന്താണ് പാടുന്നത്? ഫഇന്ന അബി വവാലിദഹു വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും ബിഖാഉ. നബിയെ, തങ്ങളെ മദ്ഹ് പറയാൻ, തങ്ങളെ മദ്ഹ് തങ്ങൾക്ക് വേണ്ടി എൻ്റെ പിതാവിനെയും എൻ്റെ പിതാവിൻ്റെ പിതാവിനെയും ഫഇന്ന അബി വവാലിദഹു വഇർളി, എൻ്റെ അഭിമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ദണ്ഡമാക്കുന്നു എന്നാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയത്. അതിനാണ് മദീനത്തെ പള്ളിയിൽ മഹാനവറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ വെച്ചു കൊടുത്തത്. മഹാനവറുകൾ ആയിഷ റളിയല്ലാഹു അൻഹായെ പറ്റി ചില കപട വിശ്വാസികൾ വ്യഭിചാരാരോപണം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹാ വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോയി, അതൊക്കെ വലിയ സംഭവമാണ് എന്ന് ആക്ഷേപം പറഞ്ഞു. വലിയ ഖദ്ഫ്, വ്യഭിചാരാരോപണം പറഞ്ഞു ചില മുനാഫിഖുകൾ. അത് ചില സ്വഹാബാക്കൾ അബദ്ധവശാൽ അതിൽ അകപ്പെട്ടു പോയി. അതിൽ പെട്ടുപോയ ഒരു സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതിനുള്ള ശിക്ഷ മഹാനവറുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടി. കണ്ണിന്റെ കാഴ്ച പോയി. പിൽക്കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ അടുക്കൽ ഇങ്ങനെ സഹോദരൻ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ തങ്ങൾ ചെന്ന് നോക്കുമ്പോ ഈ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കാണുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു യുദ്ധത്തിന്, ബനിൽ മുസ്തലഖ് യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധം, ഇത് വലിയ സംഭവമാണ്. ആ യുദ്ധം കഴിഞ്ഞു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒട്ടകക്കട്ടിൽ ഒട്ടകത്തിന്റെ പുറത്ത് ഒരു കൂടാരം ഉണ്ടാവും. ആ കൂടാരത്തിലാണ് സ്ത്രീകളൊക്കെ യാത്ര ചെയ്യാൻ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ യാത്ര പോകുമ്പോഴും നറുക്കിടും. ആ നറുക്ക് ഏത് ഭാര്യക്കാണ് വീണത് അവരെ കൊണ്ട് യാത്ര പോവുക. ഈ യുദ്ധത്തിന് പോകുമ്പോൾ നറുക്ക് വീണത് ആയിഷ റളിയല്ലാഹു അൻഹ. മഹദിവർകൾ പറയുന്നുണ്ട്, ഞാൻ
വളരെ ശുഷ്കിച്ച ശരീരമുള്ള ആളാണ്, തടിയൊന്നുമില്ല. അതിന്റെ പുറത്തിരുന്നാലും ഇല്ലെങ്കിലും ഭാരം കണക്കന്നെ. അപ്പൊ യുദ്ധം കഴിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ മടക്കയാത്രയിൽ മഹദി അവറുകൾ മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയി, മൂത്രമൊഴിക്കാൻ വേണ്ടി, പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വന്നപ്പോഴേക്ക് നബിതങ്ങളും സ്വഹാബത്തും പോയി കഴിഞ്ഞിരുന്നു. അവിടെയാ പറയുന്നത്. കാരണം എന്താ? ഈ കൂടാരത്തിൽ ആയിഷ ബീവി ഉണ്ട് കരുതുന്നത്. കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തുല്യ ഭാര, വളരെ ശുഷ്കിച്ച ശരീരമാണ്. അന്നത്തെ പോലെ ബ്രോയിലർ ചിക്കൻ അടിച്ചു വിട്ടിട്ട് തടിക്കുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ, വളരെ മാംസം കുറവാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഖളാണ്. മഹദി അവറുകൾ പ്രാഥമിക ആവശ്യം കഴിഞ്ഞ് മാല നഷ്ടപ്പെട്ടു. സംഭവം ബുഖാരിയിലുള്ളതാണ്. മാല തടയാൻ നിന്നിട്ട് സമയം പോയതാ. തിരിച്ചു വന്ന് നോക്കുമ്പോ എല്ലാവരും പോയി. ആയിഷ ബീവി എത്തിയെന്ന് പറയും. ബുദ്ധിമതിയായ സ്ത്രീയല്ലേ, അവിടെ തന്നെ നിന്നു. നമ്മളൊക്കെ പഠിക്കുന്ന ഒരു തത്വ. നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് കാണാതായാലും നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു നീ ചുറ്റാൻ ഒരു വഴി ബാക്കിയിട്ട് പോലെ ബേജാറായിട്ട് എവിടുന്നാ കാണാനായാലും അവിടെ നിൽക്കണം. എന്നാലും ഈ തെരഞ്ഞു വരുന്ന ആൾക്ക് ഇയാളെ കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എവിടെ ചില തിരഞ്ഞു പോയിട്ട് നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളാണെങ്കിൽ ബേജാറായിട്ട് എവിടെയൊക്കെ പോകും ഓടിയിട്ട്. ആയിഷ ബീവി എവിടെ തന്നെ. അപ്പൊ ഈ ഒരു സൈന്യം പോയാൽ ആ സൈന്യത്തിന്റെ പിന്നിൽ വരുന്ന ഒരാളുണ്ടാവും, റദീഫുൽ ജയ്ഷ് എന്ന പേര്. ഈ സൈന്യം പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊഴിഞ്ഞു പോവുകയും വീണ്ടും പോകുകയും ചെയ്താൽ അതൊക്കെ സമാഹരിച്ചു കൊണ്ടുപോകുന്ന ദൗത്യം ഈ പിറകിൽ വരുന്ന ആൾക്ക്. ഈ റദീഫുൽ ജയ്ഷായിട്ട് വരുന്ന ആള് സുഫ്വാൻ ബിൻ മുഅത്തൽ എന്ന് പറയുന്ന വലിയ മഹാനാണ്. അപ്പൊ മഹദി അവിടെ അങ്ങനെ നിൽക്കുക. റസൂലുള്ളാഹിന്റെ ഭാര്യയല്ലേ. അവരെ കണ്ടപ്പോ ഈ സുഫ്വാൻ തങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കിപ്പോ ഒന്നും അത്ഭുതമല്ലേ, നമ്മളെ പെണ്ണുങ്ങൾ എല്ലായിടത്തും തരണ്ടല്ലേ. റസൂലുള്ളാഹിന്റെ ഭാര്യ ഇവിടെ എന്താ ഇവിടെ റസൂലുള്ളാഹിന്റെ ഭാര്യ? അപ്പൊ ഇവരെങ്ങനെ മനസ്സിലായത്? ഈ മറ പിടിക്കാൻ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങും മുമ്പ് ഇവര് മഹാനവറുകൾ കണ്ടിരുന്നു. അതുകൊണ്ടാണ് മനസ്സിലായത്. മുഖത്തേക്ക് നോക്കിയില്ല. ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. മഹദി അവറുകളെ ഒട്ടകപ്പുറത്ത് കയറാൻ പറഞ്ഞു. സുഫ്വാൻ തങ്ങൾ മുന്നിൽ നടന്നു. അത് അഥവാ അങ്ങനെ വേണ്ടത്, സ്ത്രീയല്ലേ, മുന്നിൽ നടന്നു. അങ്ങനെ ഇവരെ തെളിച്ചങ്ങനെ കൊണ്ടുപോയി. മദീനയിലെത്തിയപ്പോഴേക്ക് മുനാഫിഖുകൾ ഘോരമായ പ്രചരണം. മുഹമ്മദിന്റെ ഭാര്യ ആയിഷയും സുഫ്വാനും തമ്മിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. വിചാരാരോപണം. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖളാഅത്തോളം ദീർഘമായ ദിവസങ്ങൾ മഹദിവകളോട് മിണ്ടിയൊന്നുമില്ല. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ ഇതിങ്ങനെ മുനാഫിഖുകൾ കുട്ടിഘോഷിച്ചപ്പോ ആയിഷ ബീവി, വലിയ ബുഖാരിയിലെ ഏറ്റവും വലിയ ഹദീസാണ്, ആയിഷ ബീവി കൂടില്ല, ഉറക്കില്ല, ആകെ പ്രയാസപ്പെട്ടു. ഇതിങ്ങനെ പറഞ്ഞപ്പോ ചില സ്വഹാബാക്കളും അതിൽ പെട്ടുപോയി. അതിൽ പെട്ട ആളാണ് ഈ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അതാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഇയാൾ ഇവിടെ കയറ്റിയിരിക്കുന്നത്? ഇയാൾ നിങ്ങളെ പറ്റി പറഞ്ഞതൊക്കെ മറന്നോ? ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്. അപ്പൊ മഹദി അവറുകളുടെ മറുപടി എന്താണെന്ന് അറിയുമോ? യാ അബ്ദുർറഹ്മാൻ ഇദാ സമിഅതു ശിഅറഹു ഫീ റസൂലില്ലാഹ്. ഹസ്സാൻ ബിൻ സാബിത്ത് നബി തങ്ങളെ ചൊല്ലി, നബി തങ്ങളെ പറ്റി ചൊല്ലിയ കവിതകൾ കേട്ടാൽ ഞാൻ ഉറപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസ്സാനിന് പുറത്തു കൊടുക്കുന്നതാണ്. തങ്ങളെ മദ്ഹ് ചൊല്ലിയതിന്റെ പവറാണ്. മനസ്സിലായോ? അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ അല്പാൽപ്പായിട്ട് പറഞ്ഞു പോവാം. ഞാനിപ്പോ ചുരുക്കി പറഞ്ഞത് മദ്ഹ് ചൊല്ലിയാലുള്ള നേട്ടങ്ങളാണ്. എന്താ ആദ്യം പറഞ്ഞത്? ആവശ്യങ്ങൾ എന്താണെങ്കിലും പൂർത്തീകരിക്കപ്പെടും. തങ്ങൾ പറഞ്ഞു. നബിയെ തങ്ങളെ മദ്ഹല്ലാതെ, തങ്ങളെ വാഴ്ത്തിപ്പറച്ചിലല്ലാതെ, തങ്ങളോടുള്ള സ്നേഹമല്ലാതെ ആഖിറത്തിലേക്ക് ഒരു സൂക്ഷിപ്പ് സ്വത്തും എനിക്കില്ല. അതെന്നെ സൂക്ഷിപ്പ് സ്വത്തുള്ളൂ. അപ്പൊ മദ്ഹകൾ അങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ നമ്മളൊക്കെ പഠിക്കുക, അതങ്ങനെ ചൊല്ലുക. ഒന്ന് ആവശ്യം പൂർത്തീകരിക്കപ്പെടും, മറ്റൊന്ന് ദോഷങ്ങൾ പൊറുക്കും, പരലോകത്ത് ശഫാഅത്തുണ്ടാകും. അങ്ങനെ പല നേട്ടങ്ങളും മദ്ഹ് ചൊല്ലിയാലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ ഉതകുന്ന ഒരു സദസ്സായി നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ശാരീരികമായി മാനസികമായി നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ തീരാൻ ഈ മദ്ഹിന്റെ സദസ്സ് അല്ലാഹു കാരണമാക്കി തരട്ടെ. നമുക്ക് വലിയ ഇഖ്ലാസും തൗഫീഖും ഹിമ്മത്തും റാഹത്തും സലാമത്തും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റി നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ധാരാളം ആളുകൾക്ക് ദുആ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും
ദുആ ചെയ്യുക.